ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP നയിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലതേച്ചിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് നിങ്ങളെല്ലാവരുടെയും എല്ലാ നിലയ്ക്കുള്ള പിന്തുണ ഉണ്ടാവണം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. അവരുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും വളരെ കഠിനാധ്വാനം പ്രവർത്തനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവണം എന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമതി ലതാക്കെ പറ്റേലിന് എല്ലാ വിജയാശംസകളും നേരുന്നു. മറ്റു നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. എനിക്ക് 6:15 നിന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഒട്ടും ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ മൂടാടി പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം നിങ്ങൾ നടത്തുമ്പോൾ അതിന് കരുത്ത് പകരുന്ന തരത്തിലുള്ള ഒരു നല്ല പൊതുസമ്മേളനമായി ഇതിനെ മാറ്റിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയം കൊണ്ട് ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. നോക്കൂ, ഈ പഞ്ചായത്തിന്റെ ഭരണം എന്ന് പറയുന്നത് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് വരണമെന്ന് നമ്മൾ പറയുന്നത് ഈ നാടിന്റെ അനുഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്തുകൊണ്ടാണ്. ഈ നാടിന് ലഭിക്കാതെ പോയ വികസന സാധ്യതകളെ നാളുകളിലെങ്കിലും പ്രയോജനപ്പെടുത്തണം എന്നുള്ള ജനകീയമായ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ പഞ്ചായത്തിന് ഒരു ശാപമോക്ഷം നൽകണമെങ്കിൽ അതിന് കഴിയുക ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇന്ന് ഈ നാട്, ഈ പഞ്ചായത്ത്, അത് ഓരോ മുക്കിലും മൂലയിലുമുള്ള വോട്ടർമാർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ, അത് 20 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുണ്ട്, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നു വരുന്നത് സാധാരണഗതിയിൽ UDF മാത്രം വോട്ട് ചെയ്യുന്ന നമ്മുടെ സ്ഥിരം വോട്ടർമാരും അനുഭാവികളും മാത്രമായിരിക്കില്ല. ഈ മൂടാടിയിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മഹത്തായ ഒരു പ്രസ്ഥാനമാണ് എന്നും പ്രത്യയശാസ്ത്രമാണ് എന്നും കരുതി അതിന്റെ പുറകിൽ കാര്യങ്ങളായി അണിനിരുന്ന ആളുകളുണ്ട്. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും വോട്ട് ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കായിരിക്കും എന്നതിനകത്ത് യാതൊരു സംശയമുണ്ട്. അത്രത്തോളം പൊറുതി കൊണ്ടിരിക്കുകയാണ്. ജനദ്രോഹത്തിന്റെ പാരമ്യത്തിലാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഭരണകൂടം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ്. ഈ കറണ്ട് ചാർജ് 4 തവണ കൂട്ടിയ സർക്കാർ ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ സർക്കാർ എന്നാണ് അതിന്റെ ഉത്തരം. വെള്ളക്കരം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് പിണറായി സർക്കാർ എന്നുള്ളതാണ് ഉത്തരം. വീട്ടു നികുതി കൂട്ടിയത് ആരാണ്? ബിൽഡിംഗ് ടാക്സ് കൂട്ടിയത് ആരാണ്? പെർമിറ്റ് ഫീസ് കൂട്ടിയത് ആരാണ്? വസ്തു നികുതി കൂട്ടിയത് ആരാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയത് ആരാണ്? ഇതൊക്കെ ഈ നാട്ടിൽ ഭരണം നടത്തുന്ന സർക്കാരാണ്. എന്നിട്ട് സാധാരണക്കാർക്ക് എന്താണ് പ്രയോജനം? മെഡിക്കൽ കോളേജിൽ പോലും ചികിത്സ മുടങ്ങുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥയാണ്. വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടിയിരിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ പലതിലും വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല. കേരളത്തിലെ 60ഓളം സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരാവട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ, അവർക്കൊക്കെ കോടികളുടെ ആനുകൂല്യങ്ങളാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളും അസംതൃപ്തരായി മാറി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ധാരിച്ചു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളെ തകർക്കുന്ന ഒരു സർക്കാരിനെതിരെ വിധിയെഴുതാനുള്ള അവസരമായി നമുക്കിതിനെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം പഞ്ചായത്തുകളെ തകർക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഓരോ വർഷവും പഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന ഗ്രാന്റ് അത് 30% വെട്ടിക്കുറവ് വരുത്തുകയാണ്. അത് കൃത്യമായി ഗഡുക്കളായി നൽകാനുള്ള ഒരു സമയ കാലാവധി കാലങ്ങളായിട്ടുണ്ട്. 1-ാം ഗഡു എപ്പോൾ നൽകണം? ഏപ്രിൽ മാസത്തിൽ നൽകണം. 2-ാം ഗഡു അത് ഓഗസ്റ്റ് മാസത്തിലെങ്കിലും നൽകണം. ഓഗസ്റ്റിൽ നൽകാറില്ല, സെപ്റ്റംബറിൽ ഉണ്ടാവാറില്ല, ഒക്ടോബറിൽ നൽകാറില്ല. നവംബറും ഡിസംബറും കഴിഞ്ഞ് ജനുവരി മാസത്തിലാണ് 2-ാമത്തെ ഗഡു പലപ്പോഴും കിട്ടാറുള്ളത്. അതോടുകൂടി പദ്ധതി പ്രവർത്തനം താളം തെറ്റിയാണ് മിക്കവാറും എല്ലായിടത്തും. 3-ാം ഗഡു
നൽകേണ്ട സമയം ഇതേപോലെ നവംബർ ഡിസംബർ ആണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇപ്പൊ അത് നൽകിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസം അവസാനത്തിലാണ്. മാർച്ച് മാസം 30-ാം തീയതി പഞ്ചായത്തുകൾക്ക് 3-ാം ഗഡു അനുവദിച്ചു എന്ന് പറയും. 31-ാം സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്, ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. അങ്ങനെ പദ്ധതി പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ച് പല വർഷങ്ങളിലും 80% പോലും പദ്ധതി പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവും തദ്ദേശീയമായിട്ടുള്ള വികസന പദ്ധതികളും അട്ടിമറിക്കപ്പെടുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമുക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ ഈ ഫണ്ടുകൾ, സർക്കാരിന്റെ സഹായങ്ങൾ, ഗ്രാന്റുകൾ അത് കേവലം ഭരണകൂടത്തിന്റെ ഔദാര്യമായി അവശേഷിക്കില്ല. പിണറായി വിജയന്റെയോ MP രാജേഷിന്റെയോ ഔദാര്യ രൂപത്തിലല്ല മൂടാടി പഞ്ചായത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടേണ്ടത്. അത് ഓരോ പഞ്ചായത്തുകളുടെയും അവകാശമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് UDF ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യം. മാത്രവുമല്ല, എല്ലാ വർഷവും മുടങ്ങാതെ ആ തുക നൽകുമെന്നത് മാത്രമല്ല, ഓരോ വർഷവും 10% വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് 100 രൂപയ്ക്ക് ചെയ്യുന്ന കാര്യം നാളെ 110 രൂപ വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് ഓരോ വർഷവും കൃത്യമായി 10%എങ്കിലും ആ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവണം. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയായി UDF ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ആശാവർക്കർമാരുടെ ദുരിതാവസ്ഥ ഞാൻ സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. അവർ അനുഷ്ഠിച്ച ത്യാഗം, അവരുടെ പോരാട്ടം, മാസങ്ങളോളം എങ്ങനെയാണ് വെയിലും മഴയും മഞ്ഞും കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, പലരും 40-ഉം 50-ഉം വയസ്സിനോട് അടുക്കുന്ന ആളുകൾ, ആ നിലയിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടക്കം അനുഭവിക്കുന്ന പ്രായത്തിലും ആ സ്ത്രീകൾ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ അമ്മമാരുടെ കണ്ണീരിന് പരിഹാരം കാണുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് നമ്മളിതാ പറയുന്നു, ഈ മൂടാടി പഞ്ചായത്തിന്റെ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുകയാണെങ്കിൽ മെയ് മാസത്തിലെ സംസ്ഥാനത്തെ ഭരണമാറ്റം വരെ കാത്തിരിക്കാതെ തന്നെ അടുത്ത മാസം മുതൽ ഓരോ മാസവും ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് 2000 രൂപ വീതം അധിക ഓണറേറിയം അനുവദിച്ചുകൊണ്ട് UDF ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും അടിയന്തരമായി തന്നെ ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരം നമ്മൾ ചെയ്യും. മെയ് മാസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ നിലയിലുള്ള വർധനവ് ആ ഘട്ടത്തിൽ നമുക്ക് വരുത്താൻ സാധിക്കും. ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള ആളുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്ക് രാഷ്ട്രീയമാണ് സംസാരിക്കാനുള്ളത്, നമുക്ക് വികസനമാണ് സംസാരിക്കാനുള്ളത്, നമുക്ക് ജനജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് പറയാനുള്ളത്. നമ്മൾ പറയുന്നത് അതാണ്. ഇതാ എനിക്ക് മുമ്പിലിരിക്കുന്ന പലരും കറുത്ത വസ്ത്രം എടുത്തുകൊണ്ട് സ്വാമിമാരായിട്ടാണ്, അയ്യപ്പന്മാരായിട്ടാണ് ഇരിക്കുന്നത്. മണ്ഡലകാലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുരുവായൂർ ഏകാദശിയാണ്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് കെട്ടിലറച്ച് ശബരിമലയ്ക്ക് പോകുന്നത്. കാനനപാത താണ്ടി അവിടെ എത്തുന്ന ആ പാവപ്പെട്ട തീർത്ഥാടകർക്ക് കുടിക്കാൻ ശുദ്ധജലം പോലും നൽകാൻ ശബരിമലയിൽ ഇന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന് കഴിയുന്നില്ല എങ്കിൽ, തിക്കിലും തിരക്കിലും വിട്ട് ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കുഴഞ്ഞു വീഴുന്ന മരണം പോലും അവിടെ സംഭവിച്ച ഒരു അനുഭവം നമ്മുടെ കൺമുമ്പിലുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഈ നാട് ചോദിക്കേണ്ട ചോദ്യമാണ്. തീർത്ഥാടകർക്ക് സംരക്ഷണവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതല്ല ഇന്ന് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അവർ കരുതുന്നത്. മറിച്ച് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുകയാണ്. CPM-ന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ, MLA-മാരടക്കമുള്ള ആളുകൾ കയ്യാമം വെച്ച് ജയിലിൽ പോകുന്ന കാഴ്ച ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ പോറ്റിമാരെയും മുരാരി ബാബുമാരെയും പോറ്റി വളർത്തുന്ന ഒരു സംവിധാനം ഇന്ന് കേരളം ഭരിക്കുന്നു. അതിന്റെ പേരാണ് പിണറായി സർക്കാർ. ഈ അമ്പല വിഴുങ്ങികളുടെ, ഈ കാട്ടുകാളന്മാരുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ പോരാട്ടം അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗം വിശ്വാസികളുടെയോ മാത്രം പ്രശ്നമല്ല. ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിന്റെ വിശ്വാസത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിലയിൽ കാട്ടുകള്ളന്മാർ നാട് തകർക്കുമ്പോൾ അതിനെതിരെ
പ്രതികരിക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അടക്കമുള്ള നേതാക്കന്മാർ ഇരിക്കുകയാണ്. എത്ര വലിയ അനീതിയാണ് ഈ ദിവസങ്ങളിൽ ഓരോ UDF-ന്റെ പ്രവർത്തകരും നേരിടേണ്ടി വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും MSF-ന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സഹപ്രവർത്തകന്മാർ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ്. എന്തിനാണ് പറയുന്നത്? ജനപ്രതിനിധികളെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണകൂടം, അതിക്രൂരമായ മർദ്ദനമുറകളുമായി പോലീസ് കടന്നു വരുമ്പോ എവിടെ നിന്നാണ് കേരളത്തിലെ പോലീസിന് ഇതിനു വേണ്ടുന്ന ധൈര്യം ഉണ്ടാകുന്നത് എന്ന് ഈ നാട് ചോദിക്കുന്നുണ്ട്, ഈ നാട് കാണുന്നുണ്ട്, ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. സമരം ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിലെ ഏറ്റവും പരമമായിട്ടുള്ള അവകാശമാണ്. ആ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചതിന്റെ പേരിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തിയതിന്റെ പേരിൽ അതിക്രൂരമായി നമ്മുടെ പ്രവർത്തകർ തല്ലിച്ചതക്കപ്പെടുന്നുണ്ട് എങ്കിൽ, ചെടിച്ചട്ടിക്കൊണ്ട് അവർ തലക്കടിക്കപ്പെടുന്നതിന്റെ എങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ക്രിമിനലുകളെ ന്യായീകരിക്കുന്ന ഒരു ഭരണകൂടമാണ്, ഒരു ഭരണാധികാരിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് ഈ നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ക്രിമിനലുകളുടെ ഈ ഗുണ്ടായുസത്തെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ പദപ്രയോഗം, വിശേഷണം എന്നുണ്ടെങ്കിൽ എത്ര അധമമായ ഒരു മാനസിക നിലയിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയുന്നത് എന്ന് ഈ നാടിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മനസ്സാണ്. പഴയ ലണ്ടൻ കോളേജ് കാലത്തെ ആ പാർട്ടി ക്രിമിനലിൽ നിന്ന് ഒരു ഇഞ്ച് വളരാൻ 10 വർഷമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. ജനങ്ങൾ 1.25 ലക്ഷം വോട്ടിന് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പോലും ക്യാമറകൾ നോക്കി നിൽക്കെ നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് തലയ്ക്ക് നോക്കി ലാത്തി വീശാൻ കേരളത്തിലെ പോലീസിന് ഈ പിണറായി കാലത്തല്ലാതെ ഇതിനു മുമ്പ് ധൈര്യം വന്നിട്ടില്ല എന്നുള്ളത് ഈ നാട് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അതിക്രൂരമായി തല്ലിച്ചതച്ചത്, അവർക്കെതിരെ കേസെടുത്തത്, മറ്റു എല്ലാ തരത്തിലുള്ള പീഡനമുറകളും അഴിച്ചുവിട്ടത്. എന്നിട്ട് ആ ചെയ്യുന്ന ആളുകളോ പോലീസിലെ കാക്കിയിട്ട നമ്പർ 1 ക്രിമിനലുകളാണ് അവർ ഓരോരുത്തരും എന്നുള്ളത് കൃത്യമായ തെളിവുകളോടുകൂടി പിന്നീടുള്ള ദിവസങ്ങളിൽ പുറത്തു വരികയല്ലേ. ഈ മർദ്ദനമുറകൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ ഏതെല്ലാം കേസിലാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നത്? പോക്സോ കേസ് അടക്കമുള്ള, സ്ത്രീപീഡന കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന പോലീസിലെ കാക്കിയിട്ട ക്രിമിനലുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത്. പോലീസിന്റെ ജനകീയ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാകുന്നത്, ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി മാത്രമായി പോലീസ് അധപ്പതിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചുകൊള്ളുക, ഈ ജനാധിപത്യ വിരുദ്ധ മർദ്ദക ഭരണകൂടത്തിന് എല്ലാ കാലത്തേക്കും അധികാരത്തിന്റെ അത്യുന്നതങ്ങളിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാനോ ഒന്നും കഴിയില്ല. ഇത് കേരളമാണ്. ഇതിലും വലിയ ഏകാധിപതികളെ ഈ നാട് കണ്ടിട്ടുണ്ട്. അവരെല്ലാം പോലെ ഇല്ലത്തേക്ക് പറഞ്ഞുവിട്ട ഒരു പാരമ്പര്യം ഈ കേരളത്തിന്റെ ജനകീയ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, ജനാധിപത്യ ചേരിക്കുണ്ട് എന്നുള്ളത് ഞാനിവിടെ വളരെ വലിയ പരിസരം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള അന്തിമ പോരാട്ടം അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമുക്ക് നടത്തേണ്ടതായി വരുമ്പോ അത് ഫൈനൽ മത്സരമാണ് എങ്കിൽ അതിന്റെ മുന്നോടിയായ സെമി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ നടത്തുന്നത്. ഇതിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. ഈ നാടിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ഈ കൂടാടി പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അത്യുജ്വലമായ ഒരു വിജയം ഇവിടെ ഉറപ്പുവരുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടാകണം, പ്രവർത്തനം ഉണ്ടാകണം. 11-ാം തീയതി പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെയാണ് പോൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ, അത് 6 മണിയാണെങ്കിൽ 6 മണി, 7 മണി ആണെങ്കിൽ 7 മണി, 9 മണിയാണെങ്കിൽ 9 മണി, രാത്രി 11 മണിയാണെങ്കിൽ അതുവരെ നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ കൈമോശം വരാതെ
നിങ്ങളുടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ 11-ാം തീയതി ഒരു പ്രഭാതം ഉണ്ടാവും. ആ പ്രഭാതത്തിന്റെ മുൻപുവരിയിൽ ഈ പോരാളിയുടെ വികായത്തിൽ ഉയർന്നു നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയ പതാക തന്നെയായിരിക്കും എന്ന് 100% ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഈ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എന്റെ വിജയാശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് യൂണിയൻ. ഇതുണ്ടോ